السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين أما بعد. രോഗിയായ വ്യക്തിയുണ്ടല്ലോ, ജനങ്ങൾ സാധാരണമായി നിസ്സാരമായി കാണുന്ന ആളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള രോഗികളെയും സന്ദർശിക്കാൻ പോകും. സന്ദർശിക്കാൻ പോകുന്നവരൊക്കെ രോഗിയോട് എന്ത് ചെയ്യണം? ക്ഷമിക്കാൻ ആവശ്യപ്പെടണം. രോഗം കാരണം രോഗിയുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ആ രോഗിയെ ഉണർത്തണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ രോഗിയായ ഒരു സാധാരണ ഒരു ഗ്രാമീണനെ സന്ദർശിക്കാൻ പോവുകയാണ്. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കുമ്പോൾ ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് ദുആ ചെയ്യാറുണ്ട്. അതിൻ്റെ അർത്ഥം സാരമില്ല, അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഈ രോഗം കാരണം താങ്കളുടെ പാപങ്ങളെ ഈ രോഗം ശുദ്ധീകരിക്കാൻ ഉതകുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ എല്ലാ രോഗികളോടും പറയുന്നത് പോലെ ഈ ഒരു ദിക്റ് അവിടെയും അദ്ദേഹത്തോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഗ്രാമീണനായ മനുഷ്യൻ, രോഗി പറയുകയാണ്, അതൊക്കെ ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെയല്ല ഇത് എന്ന് പറഞ്ഞാൽ രോഗം വേറെയാണ്. ഇത് ഒരു പടുവൃദ്ധരെ ബാധിച്ച ഒരു പൊള്ളുന്ന പനിയാണ്. ഇത് ഇയാളെ ഖബർ സന്ദർശിപ്പിക്കുക തന്നെ ചെയ്യും എന്നാ രോഗി പറയുകയാണ്. രോഗി ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അതിന് മറുപടി പറഞ്ഞത്, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നാണ്. കാരണം പറയേണ്ടത് സത്യമായ രൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലാക്കാതെ, ക്ഷമയില്ലാതെ ഈ ഗ്രാമീണനായ രോഗി പറഞ്ഞതുപോലെ നിഷേധ വാക്കുകളാണ് പറയുന്നതെങ്കിൽ രോഗം കാരണം ലഭിക്കുന്ന പാപമോചനം ആ വ്യക്തിക്ക് നഷ്ടമാകുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ഏത് രോഗിയാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ സന്ദർശിക്കേണ്ടതുണ്ട്. അതിൻ്റെ പുറമെ രോഗിയെ സമാധാനിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് രോഗി അത് മനസ്സിലാക്കുകയും ആ രോഗത്തിൻ്റെ മേൽ ക്ഷമിക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ തൻ്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ മുഴുവനും ഇത് കാരണം പുറത്തു കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.